വിഘ്നേശ്വരായ നമഃ. എല്ലാ മനീപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രധാന കാര്യം പറയുവാനാണ് വന്നത്. നക്ഷത്ര ജ്യോതിഷപരവുമായി ബന്ധപ്പെട്ട് 2025 ഫെബ്രുവരി 21 മുതൽ ചില നക്ഷത്രങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക മേന്മ, ഇത്രയും നാളുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ, കുടുംബ പ്രശ്നങ്ങള് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങള്, അങ്ങനെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ മാറി വരാൻ പോകുന്ന സമയമാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ സമയങ്ങളിൽ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുള്ള കർമ്മഫലങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ജ്യോതിഷപരമായി പറയുവാണെങ്കിൽ പ്രതിവിധികൾ ചെയ്യുക എന്ന് പറയും. കേട്ടാൽ മാത്രം പോരാ, വിനും കുഴപ്പമില്ല, വരും ശരിയാകും, വരാതിരിക്കില്ല ഭാഗ്യം, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല, കുറച്ച് സമയമെടുത്താൽ ഇങ്ങനെയാകും, ജ്യോതിഷം പറയുന്നത് പോലെ ശരിയാകും എന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ സമയത്ത് ചെയ്ത് തീർത്താൽ ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ ഒരു ജന്മസമയവുമായി ബന്ധപ്പെട്ട രാശി പ്രശ്നങ്ങളും രാഹു പ്രശ്നങ്ങളും അതുപോലെ കേതു പ്രശ്നങ്ങളും ശനിദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ന് 2025 ചന്ദ്ര ജ്യോതിഷ പ്രവചനം പോലെ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകാൻ പോകുന്ന ഫെബ്രുവരി 21 മുതൽ നടക്കുവാൻ പോകുന്ന വലിയ കാര്യങ്ങളാണ്. നമ്മുടെ നക്ഷത്ര രാശിയിലെ അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. 2025 ഫെബ്രുവരി 21 മുതൽ രേവതി നക്ഷത്രത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് ആശ്ചര്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. കരിയർ, ബിസിനസ്, സ്നേഹബന്ധങ്ങൾ, സാമ്പത്തികം, ആരോഗ്യം എന്നിവയിലൊക്കെ എന്ത് സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഫെബ്രുവരി 21 മുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വളരെ സമൃദ്ധമായ ഒരു ജീവിതമാണ് വരാൻ പോകുന്നത്. ഈ വർഷം നിങ്ങൾക്ക് ഫലപ്രദവും പ്രചോദനവും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പല വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കും. അതൊക്കെ നിറവേറ്റപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. വർഷത്തിന്റെ 3-ാം മാസം മുതൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്ന. സമ്പത്ത് കൊണ്ടുവരും. നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചേക്കാം. അതൊരു സമയത്തിന്റെ തുടക്കമാണ്. വർഷം അവസാനിക്കുമ്പോൾ അധികാര ചലനാത്മകത കാരണം ചില സഹപ്രവർത്തകരുമായി നിങ്ങൾക്ക് സംഘർഷങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങൾ തോറ്റുകൊടുക്കില്ല. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വലിയ നിലയിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തി ഗണ്യമായ വികസനത്തിന് വഴിയെടുക്കാനുള്ള ബുദ്ധി കാണിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. വലിയ വലിയ ബിസിനസ്സുകളിൽ നിന്നും അതിലും വലിയ ബിസിനസ്സുകളിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ഈ വർഷമുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരി 21 മുതൽ നിങ്ങൾ തീർച്ചയായും ആ നേട്ടത്തിലേക്ക് പോകണം. പ്രധാന ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയും ചെയ്യും. അതിനാൽ വിശാലമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ഏറ്റവും നേട്ടമാണ്, വിദ്യാർത്ഥികൾക്ക് നേട്ടമാണ്, അതുപോലെ വിദേശത്തുള്ളവർക്ക് നേട്ടമാണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേട്ടമാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള സമയങ്ങളാണ്. ജോലിക്കായി ടെസ്റ്റുകളും ഇന്റർവ്യൂകളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ജോലി ലഭിക്കും, സർക്കാർ ഉദ്യോഗം ലഭിക്കുകയും അതുപോലെ നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സമയം രാശി പ്രമാണമൊക്കെ അനുസരിച്ചായിരിക്കും മുന്നോട്ട് വരിക. എങ്കിലാലും പൊതുവായ ഫലത്തിൽ നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 21 മുതൽ ശുക്രദശ തന്നെയാണ്. വർഷത്തിലെ ആദ്യ മാസങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ വൈകാരികമായ പല വിഷയങ്ങളും വന്നു. അതൊക്കെ മാറി വന്നിരിക്കുന്നു. നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നു. ആകർഷകമായ വ്യക്തിത്വമുള്ളവരാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളും ആകർഷകമായ വ്യക്തിത്വമുള്ളവരെ കണ്ടെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ വിവാഹം നടക്കുവാൻ ഏറ്റവും പറ്റിയ സമയമാണ്. വീട് വയ്ക്കുവാൻ പറ്റിയ സമയമാണ്. വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണ്. വീട് പുതുക്കി പണിയുവാൻ പറ്റിയ സമയമാണ്. ലോട്ടറി എടുത്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ജ്യോതിഷപ്രകാരം പൊതുവായി രേവതി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ജാഗ്രത പാലിക്കണം. സമഗ്രമായ വിലയിരുത്തലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് നിങ്ങളുടെ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രവൃത്തിയും നല്ലതായിരുന്നാൽ ദൈവവിശ്വാസം വേണം. ദേവീ ക്ഷേത്രങ്ങളും ശ്രീരാമ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി, ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളെ കഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. 2025 സാമ്പത്തിക വർഷമാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കരുത്. മന്ത്രജപങ്ങളൊക്കെ മുടക്കാതെ ദേവീ കീർത്തനങ്ങളൊക്കെ പാടുന്നതും നന്നായിരിക്കും. ഈ പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വാസമില്ലാത്തവരാണ് ചില നക്ഷത്രക്കാർ. എങ്കിലും രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവഭയവും ദൈവത്തോട് അടുപ്പമുള്ളവരാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ വർഷം
നല്ല വർഷമാണ്. നിങ്ങൾക്ക് ജ്യോതിഷ സൂചനകൾ അനുസരിച്ച് നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്. അത് സാമ്പത്തിക വിജയം കൈവരിക്കുകയും ചെയ്യും. ആദ്യ മാസങ്ങളിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ മാറി വന്നു എന്ന് തരാം നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഫെബ്രുവരി 21 മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഗണിച്ചു പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാകും. അതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം എല്ലാ ബിസിനസ്സുകളും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങാൻ. ഈ വർഷം സമ്പത്തിനെ വർധനവിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ വർഷാവസാനത്തോടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഒരു നല്ല ജീവിതം, കുബേര തുല്യമായ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും 2025 അവസാനത്തോടെ. എന്നിരുന്നാൽ ഇടക്കിടയ്ക്ക് ചില ചീത്ത സമയങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകും. ചില ജ്യോതിഷപരമായി ചില അവരുടെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് രവി നക്ഷത്രക്കാർക്ക്. അതൊക്കെ മാറ്റിയെടുക്കണം. ചില ശനിദോഷങ്ങൾ ഉണ്ടെങ്കിൽ പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ ചില വലിയ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന് ഈ രേവതി നക്ഷത്രത്തിന്റെ ഗ്രഹങ്ങൾ സമയം ചിതമായി ഇങ്ങനെ ചില സ്വാധീനത്തിന് തയ്യാറാവുന്നത് കൊണ്ട് ചില വ്യത്യാസങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ദൈവയിച്ചയാൽ അല്ലെങ്കിൽ ദൈവത്തിനോട് അടുത്ത് നിന്ന് ദൈവ പ്രാർത്ഥനയാൽ മാറ്റിയേക്ക് എടുക്കുവാൻ കഴിയും. അപ്രതീക്ഷിത ചെലവുകളൊക്കെ നേരിടാനുള്ള ഒരു സമയം കൂടിയാണ്. അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആരോഗ്യപരമായി നല്ല സമയമാണ്. നല്ല ഭക്ഷണക്രമം പാലിക്കുന്നതിലും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതിലുമൊക്കെ നല്ല ഒരു സമയമാണ്. നിങ്ങൾക്ക് കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. സിനിമ, സീരിയൽ പോലെയുള്ള മേഖല ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രിക്കൽ വിഭാഗങ്ങള്, വൈദ്യ മേഖലകള് ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സംഭവമാണ്. ശരീരഭാരം കൂടുതൽ വർദ്ധിക്കുന്നത് ഒഴിവാക്കുക. ആഹാരങ്ങളൊക്കെ ക്രമത്തിന് കഴിക്കുക. മധുര പലഹാരങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ചൂടുള്ളതും എരിവുള്ളതുമായ വിഭവങ്ങളൊക്കെ അമിതമായ ഉപയോഗം നിങ്ങൾ ഒഴിവാക്കുക. ആത്മീയ ആചാരങ്ങൾ, മനസ്സമാധാന വ്യായാമങ്ങൾ, സമഗ്രമായ ആരോഗ്യ രീതികൾ എന്നിവയിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. മൊത്തത്തിലുള്ള ആരോഗ്യ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ അത് നല്ലതാണ്. നിങ്ങൾക്ക് നല്ല സമയമാണ്. രേവതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ചതുപോലെ കുടുംബവുമായി നിങ്ങൾക്ക് യാത്രകൾ പോകാൻ പറ്റിയ സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. അതുപോലെ മക്കളുമായും ഭാര്യയുമായും ഒക്കെ ഒരുമിച്ചിരിക്കാനുള്ള സമയങ്ങൾ ധാരാളം കിട്ടും. അച്ഛനും അമ്മയോടും ഒക്കെയുള്ള സ്നേഹമായ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ കൊണ്ടുതരും. രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങൾ 2025 ഫെബ്രുവരി 21 മുതൽ നിങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ലോട്ടറി എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ വലിയ എമൗണ്ട് കിട്ടുമെന്നല്ല ലഭിക്കും. അതുപോലെ തന്നെ പല പല ഞെറുക്കെടുപ്പുകളിലും അല്ലെങ്കിൽ ചിട്ടി പോലെയുള്ള മറ്റുള്ള ഇൻഷുറൻസ് പോലെയുള്ള തുകകളൊക്കെ ലഭിക്കാതിരുന്നവർക്ക് നല്ല സമയമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാർ അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദൈവീകമായ ചിന്തകളുമായി എല്ലാ പ്രേക്ഷകരും മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം ഒന്നുകൂടി പറയുകയാണ്.